ടാസ്ക് 8 ജിൻഡോയും അഭിഷേകും തമ്മിൽ ഒരു അടി നടന്നിരുന്നു. നമ്മൾ പ്രമോ കണ്ടതാണ്. അവിടെ സീൽ വെക്കുന്ന കാര്യത്തിൽ തന്നെയായിരുന്നു പ്രമോയില് നമ്മൾ കണ്ട പോലെ തന്നെ അവിടെ അടി നടന്നത്. ജിൻഡോ കയറി അഭിഷേകിന്റെ ബോർഡിൽ സീൽ വെക്കാൻ വരായിരുന്നു. വെക്കുന്ന സമയത്ത് അവിടെ അഭിഷേക് കയറി തടഞ്ഞു. ആ തടഞ്ഞതിൽ നിന്ന് അഭിഷേക് വളഞ്ഞു പിടിച്ച സമയത്ത് ജിൻഡോ പിടിച്ച് അഭിഷേകിനെ പിടിച്ച് തള്ളി. പിന്നെ അഭിഷേകിന്റെ ബോർഡ് വന്ന് ജിൻഡോ കയറി സീല് കുത്താൻ നോക്കിയ സമയത്ത് ബോർഡ് പൊട്ടിപ്പോരുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തും തള്ളുമൊക്കെ ആയി അവിടേക്ക് കെട്ടിമറിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോഴേക്കും ബിഗ് ബോസ് നിർത്തൂ എന്ന് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞത് ഇതാണ്, ഫിനാലെ വീക്കാണ് ഇനി വരുന്നത്. ഇത്രയും അടുത്ത ഈ സമയത്ത് നിങ്ങൾക്ക് ഫിനാലയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം ഇല്ലേ എന്നാണ് ബിഗ് ബോസ് അവിടെ ചോദിച്ചത്. പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും പുറത്താക്കേണ്ടി വരും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിൽ അത് കോംപ്രമൈസ് ചെയ്തു. മറ്റു പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യമായിരുന്നു. എന്തായാലും ആ റൗണ്ടിൽ പുറത്തു പോയത് അവിടെ ജിൻഡോ ആയിരുന്നു. ജിൻഡോയുടെ ബോർഡിൽ ഓൾറെഡി 4 സീൽ ഉണ്ടായിരുന്നു. അത് വെച്ചത് ഋഷിയായിരുന്നു. ഋഷി പക്ഷെ അതിന് മുൻപ് ഔട്ടായി പോകുന്നതിന് മുമ്പ് വെച്ചൊരു 4 സീലായിരുന്നു. അതുപോലെ അവിടെ വയ്ക്കാൻ വന്നതാണ് അവിടെ അഭിഷേകിന്റെ ബോർഡിൽ. പക്ഷെ ഒരു സീല് വെക്കാൻ മാത്രമേ 1, 2, 3 വെച്ചു. പക്ഷെ ഒരെണ്ണം മാത്രമാണ് കറക്റ്റ് കളറിൽ അവിടെ സീലിംഗ് ആയത് എന്നുള്ളതുകൊണ്ട് ഒരു സീല് മാത്രമേ അവിടെ അഭിഷേകിന്റെ എണ്ണയുള്ളൂ. അതുകൊണ്ട് 3 സീലുള്ള അവിടെ ജിൻഡോ ആയിരുന്നു ആ റൗണ്ടിൽ ഔട്ടായത്. ലാസ്റ്റ് റൗണ്ടിൽ വന്ന് നിൽക്കുന്നത് അവിടെ അർജുൻ, അഭിഷേക് ആൻഡ് സായിയാണ്. അവിടെ അഭിഷേകിന്റെ ബോർഡിൽ ഒരു സീലുണ്ട്. അതുപോലെ തന്നെ സായിയുടെ ബോർഡിലും ഒരു സീലുണ്ട്. അർജുന്റെ ബോർഡിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സീൽ ഇല്ലാത്തത്.